ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. നാളെ പാലക്കാട്, ആലപ്പുഴ ജില്ലകൾക്കുള്ള LDC എക്സാം ആണ്. 3 ഫേസ് എക്സാമുകൾ കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊതുവായി PSC ചോദിച്ചിട്ടുള്ള ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള കുറച്ച് ഒരു 50ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, LGS എക്സാമിന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നവംബറിലാണ് എക്സാം തുടങ്ങുന്നത്. മൈ മെന്റർ PSC ആപ്പിലെ LGSന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. കുറേ അധികം ആളുകൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് എടുക്കുന്ന ആളുകൾക്ക് മോക്ക് ടെസ്റ്റിന് പുറമെ സ്പെഷ്യൽ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, അതുപോലെ തന്നെ റിവിഷൻ നോട്ട്സുകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം, അതായത് പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. PSC ഒരുപാട് വർഷം ആവർത്തിച്ച് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ത്? പോക്സോ ആക്ട് നിലവിൽ വന്നത് എന്നാണ്, ആ വർഷം എന്നാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പോക്സോ ആക്ട് പറയുമ്പോൾ തന്നെ എന്താണ്? പോക്സോ ആക്ട് 2012 എന്ന് തന്നെയല്ലേ എഴുതുന്നേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വർഷം കിട്ടും. എന്താണ്? 2012 എന്ന് പറയുന്ന 2012 പോക്സോ ആക്ട് നിലവിൽ വന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആണല്ലോ, നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിലവിൽ വന്ന കൃത്യമായ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 14 2012 നവംബർ 14 പോക്സോ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2012 ആ നിയമം വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ ആ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീലായിരുന്നു. ശ്രീമതി പ്രതിഭ പാട്ടീലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. ഇപ്പോൾ 2012 പോക്സോ നിയമം വന്നു. 2019 കുറച്ച് ഭേദഗതികൾ വരുത്തി. 2019 എന്ത് വരുത്തി? കുറച്ച് ഭേദഗതികൾ വരുത്തി. അങ്ങനെ ഭേദഗതികളോടുകൂടിയുള്ള പോക്സോ നിയമത്തിന് അംഗീകാരം കൊടുത്ത രാഷ്ട്രപതി ആരാണ്? ശ്രീ രാംനാഥ് കോവിന്ദാണ്. അപ്പോൾ പോക്സോ ഭേദഗതി ബിൽ 2019 ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? രാംനാഥ് കോവിന്ദാണ്. അദ്ദേഹം എന്നാണ് ഒപ്പുവെച്ചത്? 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ശ്രീ രാംനാഥ് കോവിന്ദ് എന്ത് ചെയ്തു? പോക്സോ ഭേദഗതി നിയമം 2019 ഒപ്പുവെച്ചു. ക്ലിയർ ആണല്ലോ. അപ്പൊ 2012 എന്ന് പറയുന്നതാണ് പോക്സോ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. ഭേദഗതി വരുത്തിയത് 2019 2 തവണയും ആരൊക്കെയാണ് ആ ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യയുടെ രാഷ്ട്രപതിമാര് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ക്ലിയർ ആണ്. അത് കൃത്യമായി PSC എല്ലാ തവണയും ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി. അപ്പൊ എന്താണ് കുട്ടി? നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണല്ലേ പോക്സോ നിയമം. പോക്സോ നിയമം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. എന്താണ് കുട്ടി എന്ന് പറയുന്നത്? അതും ഈ കഴിഞ്ഞ LDയിൽ ചോദിച്ച ചോദ്യമാണ്. കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ LD ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പ്രായത്തിന്റെ വ്യത്യാസം വെച്ചിട്ടാണ്. 18 വയസ്സിൽ താഴെ, 16 വയസ്സിൽ താഴെ, 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി, 15 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. അങ്ങനെയാണ് PSC ഓപ്ഷനുകൾ തന്നിട്ടുള്ളത്. കൃത്യമായി ഈ ഒരു നിയമത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയാണ് കുട്ടി എന്ന് പറയുന്നത്. എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയാണ് കുട്ടി എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അവിടെ ലിംഗ വ്യത്യാസമില്ല. മെയിൽ ഓർ ഫീമെയിൽ എന്ന് എന്ത് ചെയ്യാറില്ല? വ്യത്യാസമില്ല. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ ഏതൊരു ആളിനെയും കുട്ടി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് ഈ നിയമത്തിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നത്? മാറ്റിവെക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണ് പോക്സോ നിയമപ്രകാരം എന്ത്? കുട്ടി എന്നറിയപ്പെടുന്നത്. ഇതും PSC മുന്നേ ചോദിച്ച ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതില് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയാണല്ലോ ഈ നിയമം വരുന്നത്. അപ്പൊ ഈ നിയമവുമായി ബന്ധപ്പെട്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ നിയമം വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത്. അപ്പോൾ ഇവര് നേരിട്ട് ചെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏത് റിപ്പോർട്ട് ചെയ്യുന്നതോ വളരെ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ ആരൊക്കെ? ആർക്കൊക്കെ ഈ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാം? 4 ഓപ്ഷൻ വന്നിട്ട് PSC ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. മാതാപിതാക്കൾ, അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. ചൈൽഡ് ലൈനിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും.
ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്കൂളുകളുടെ അതോറിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഹോസ്റ്റൽ ജീവനക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാം. പൊതുപ്രവർത്തകർ, സർക്കാർ ഉദ്യോഗസ്ഥർ അഥവാ ഇനി അല്ലെങ്കിൽ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും ഇങ്ങനെ ഒരു അതിക്രമം കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഏതൊരു കുട്ടിക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മാതാപിതാക്കൾ, സർക്കാർ ജോലിക്കാർ, അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ഉള്ളവരാണെങ്കിൽ ഹോസ്റ്റൽ ജീവനക്കാര്, സ്കൂൾ അധികൃതർ, അതുപോലെ തന്നെ അധ്യാപകർക്ക്, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർക്ക്, ഇവർക്കൊക്കെ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആരൊക്കെയാണ് ഈ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്? അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. പോക്സോ കേസ് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ളതാണ്. അപ്പം അങ്ങനെ അവർ അതിക്രമം നേരിട്ടാൽ ഇത് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ഈ ഒരു ലിസ്റ്റിനകത്ത് നമ്മൾ വായിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത്? ഒരു പോക്സോ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇതുമായി ബന്ധപ്പെടുന്ന പരാതി നമ്മൾ എവിടെയാ കൊടുക്കുന്നത്? ലോക്കൽ പോലീസിന്റെ അടുത്ത് പരാതി കൊടുക്കാം, അല്ലെ? പോലീസ് സ്റ്റേഷൻ നമുക്ക് പരാതി കൊടുക്കാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് ഉണ്ട്, അവിടെ പോയി നമുക്ക് പരാതി കൊടുക്കാം. ചൈൽഡ് ലൈനുകളിൽ പരാതി കൊടുക്കാം. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഉണ്ട്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് നോക്കി വെക്കുക, അതിൽ എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എന്തുണ്ട്? ബാലാവകാശ കമ്മീഷനുകൾ ഉണ്ട്, അല്ലെ? ആ ബാലാവകാശ കമ്മീഷനുകളിൽ എന്ത് ചെയ്യാൻ കഴിയും? പരാതി കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? പോക്സോ കേസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പരാതി നൽകാൻ കഴിയുന്നിടമാണ്. ലോക്കൽ പോലീസ്, ചൈൽഡ് വെൽഫെയർ, ചൈൽഡ് ലൈൻ, സ്പെഷ്യൽ ജുവനൈൽ, അതുപോലെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ഇവിടെയൊക്കെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും? പരാതി സമർപ്പിക്കാൻ കഴിയുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം, അപ്പോ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോക്സോ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പെഷ്യൽ കോടതികൾ, പ്രത്യേക കോടതികൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം PSC ചോദിച്ചാൽ അങ്ങനെ മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. എന്താണ്? നമ്മുടെ പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇരയായിട്ടുള്ളൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ തെളിവുകൾ, ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ എത്ര സമയത്തിനകം തെളിവുകൾ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കണമെന്ന് ചോദിച്ചാൽ 60 ആണോ 30 ആണോ 90 ആണോ 1 വർഷമാണോ എന്നുള്ളതാണ്. എത്രയാണ്? 30 ദിവസമാണ്. 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? തെളിവുകൾ എന്ത് ചെയ്യണം? ശേഖരിച്ചിരിക്കണം. അപ്പോൾ പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഏത് പരിധിക്കുള്ളിൽ? 30 ദിവസത്തിനകം. ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് 30 ദിവസത്തിനകം ഇരയാക്കപ്പെട്ട കുട്ടി ആരാണോ ആ കുട്ടിയുടെ തെളിവുകൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് ഏത് നിയമത്തിൽ പറയുന്നത്? പോക്സോ നിയമം 2012 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോക്സോ നിയമപ്രകാരം സ്പെഷ്യൽ കോടതികൾ വരുന്നുണ്ട്, അല്ലെ? അപ്പം സ്പെഷ്യൽ കോടതികളുമായി ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്. സ്പെഷ്യൽ കോടതികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ 28 മുതൽ 32 വരെയുള്ള വകുപ്പുകളിലാണ് സ്പെഷ്യൽ കോടതികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ അധികാരത്തെക്കുറിച്ചും അവരുടെ നടപടിക്രമങ്ങൾ, സ്പെഷ്യൽ കോടതികളുടെ അധികാരത്തെക്കുറിച്ചും നടപടിക്രമത്തെക്കുറിച്ചും പറയുന്ന വകുപ്പ് 33. വകുപ്പ് 33 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്പെഷ്യൽ കോടതികളുടെ അധികാരങ്ങളെ കുറിച്ചും നടപടിക്രമങ്ങളെ കുറിച്ചും പറയുന്ന വകുപ്പ് 33ാമത്തെ വകുപ്പ്. എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ കോടതികൾ പ്രവർത്തിക്കേണ്ടത്, അവർക്ക് അധികാര പരിധിയെ നിശ്ചയിക്കുന്നതും അവിടെ ആ കോടതികൾ നടപടിക്രമങ്ങൾ പറയുന്നതും 33ാമത്തെ വകുപ്പാണ്. സ്പെഷ്യൽ കോടതിയുടെ കുറ്റകൃത്യ നടപടിക്ക് എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം, അതായത് ഒരു കോടതി ഒരു കേസ് ഫയൽ ചെയ്ത് അതിനകത്ത് പ്രോസസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഇരയാക്കപ്പെട്ട കുട്ടിയുടെ തെളിവുകൾ എടുക്കണം. അത് 30-ന് ശേഷമാണെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന അന്വേഷണം നടത്തുന്ന ആൾ അല്ലെങ്കിൽ തെളിവ് ശേഖരിക്കുന്ന വ്യക്തി കൃത്യമായി എന്തുകൊണ്ട് താമസിച്ചു, എന്തുകൊണ്ടാണ് അത് വൈകുന്നുവെങ്കിൽ ആ കാരണങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേക കോടതിയെ ധരിപ്പിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ പോക്സോ കേസുകളുമായി വിചാരണ ഏറ്റെടുത്തു കഴിഞ്ഞാൽ
1 വർഷത്തിനകം, മാക്സിമം 1 വർഷം. 30 ദിവസം നമ്മളോട് ചോദിച്ചു PSC. ഇനി PSCക്ക് വേണമെങ്കിൽ ഈ 1 വർഷത്തിന്റെ കണക്ക് ചോദിക്കാമല്ലോ അല്ലേ? അപ്പം മാക്സിമം 1 വർഷത്തിനകം എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, വിചാരണ നടപടികളൊക്കെ പൂർത്തിയാക്കണം. പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട വിചാരണ നടപടികളൊക്കെ തന്നെ 1 വർഷത്തിനകം പൂർത്തിയാക്കണമെന്ന് ഏത് നിയമത്തിൽ പറയുന്നുണ്ട്? 2012 പോക്സോ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. നിലവിൽ 2019 ഭേദഗതി നിയമമാണ് ഉള്ളത് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. എപ്പോഴും ആലോചിച്ചോണം, ഭേദഗതികൾ നിയമത്തിൽ വരുത്തി കഴിഞ്ഞു. കുറെ അധികം നിയമത്തിൽ ഭേദഗതി വരും. നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട പഠിച്ചു പോകുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ആ ഭേദഗതികൾ വെച്ചുകൊണ്ട് തന്നെ PSC ഇപ്പോൾ നിലവിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ വകുപ്പ് 33 എന്താണ്? സ്പെഷ്യൽ കോടതികൾ. അങ്ങനെയാണെങ്കിൽ കോടതികളിൽ കുട്ടികളാണല്ലോ അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത്, അവരുടെ മൊഴി എടുക്കണം. അവരുടെ മൊഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 24 സെക്ഷൻ 24 മൊഴി എടുക്കുന്നത്. നമ്മൾ കുട്ടികളുടെ മൊഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ആരാണ് മൊഴി രേഖപ്പെടുത്തേണ്ടത്, എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ കുട്ടിയുടെ വീട്ടിൽ വെച്ച്, അല്ലെങ്കിൽ സാധാരണയായി താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ച്. കുട്ടി എവിടെയാണ്, ചിലപ്പോൾ കുട്ടി ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുമല്ലെങ്കിൽ എന്താണ്, കുട്ടിക്ക് താല്പര്യമുള്ള ഒരു സ്ഥലം, കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. കഴിയുന്നിടത്തോളം എന്താണ്, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക, SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസറാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. അപ്പം അത് നോട്ട് ചെയ്യുക. അതായത് മൊഴി രേഖപ്പെടുത്തേണ്ടത് ആരാണ്? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം. പ്രത്യേകം നമ്മൾ അത് പഠിക്കണം. അപ്പൊ 24 എന്താ പറയുന്നത്? കുട്ടിയുടെ മൊഴി എടുക്കുന്നതും മൊഴി രേഖപ്പെടുത്തുന്നതുമായിട്ടാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മളത് പഠിച്ചു പോകണം. എന്താണ്, സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം കുട്ടിയുടെ മൊഴി എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ പറയുന്ന വ്യക്തി എന്താണ്, മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഓഫീസർ എന്തായിരിക്കാൻ പാടില്ല? ഔദ്യോഗിക വേഷത്തിലാവാൻ പാടില്ല, അതായത് യൂണിഫോമിലാവാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. പോക്സോ കേസാണ്, കുട്ടികളോട് കുറച്ച് സൗഹൃദമായിട്ടൊക്കെ പോകണം. അപ്പൊ കുട്ടികളുടെ അടുത്താണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഔദ്യോഗിക വേഷം അഥവാ യൂണിഫോം എന്ത് ചെയ്യാൻ പാടില്ല, ധരിക്കാൻ പാടില്ല എന്ന് കൃത്യമായി നിയമത്തിൽ പറയുന്നുണ്ട്. അത് മുൻ വർഷങ്ങളിലിടയ്ക്ക് PSC ചോദിച്ചൊരു കാര്യമാണ്. ഈ സബ് ഇൻസ്പെക്ടർ റാങ്കിന്റെ കാര്യമൊക്കെ PSC മുന്നേ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതൊന്ന് റിവൈസ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ചോദ്യം. ഇനി 2019 ഈ നിയമം ഭേദഗതി വരുത്തുന്നത്. 2019 ഭേദഗതി വരുത്തുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഭേദഗതി വരുത്തുന്നത്. ശിക്ഷാ നടപടികളിലൊക്കെയാണ് പോക്സോ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളിൽ ഒന്നാണ് വകുപ്പ് 3 എന്ന് പറയുന്നത്. വകുപ്പ് 3 എന്ന് പറയുന്നത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമാണ് സെക്ഷൻ 3. സെക്ഷൻ 4 വരുമ്പോൾ അതിന്റെ ശിക്ഷാ നടപടി പറയും കേട്ടോ. സെക്ഷൻ 4 എന്ന് പറയുന്നതാണ് അതിന്റെ ശിക്ഷാ നടപടി എന്ന് പറയുന്നത്. എന്താണ്, 10 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം വരെ തടവും പിഴയും. 10 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം വരെയുള്ള തടവാണ്. ഒന്നുകിൽ 10 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം വരെ പോകാവുന്ന തടവും പിഴയുമാണ്. അതല്ല 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് ഇരയാക്കപ്പെട്ടിട്ടുള്ളെങ്കിൽ, ലൈംഗിക അതിക്രമം കടന്നുകയറ്റം നടത്തുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളോടാണെങ്കിൽ 10 വർഷം എന്നുള്ളത് 20 വർഷമായി മാറും. 20 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. ഇത് 2019 വന്ന മാറ്റമാണ്. 2012 7 വർഷം എന്നുള്ളതായിരുന്നു. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 10 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തവും തടവും 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ എത്രയാണ്, 20 വർഷം വരെയുള്ള തടവും പിഴയുമാണ് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ ഉണ്ട്, വകുപ്പ് 5. വകുപ്പ് 5 പറയുന്നു തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം. തീവ്രമായ, അതായത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭയാനകമായിട്ടുള്ളൊരു വെർഷനാണ് 5ാമത്തെ സെക്ഷനിൽ വരുന്നത്. 5ാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്, തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമാണെങ്കിൽ ശിക്ഷാ നടപടി മാറും. അതാണ് ഏറ്റവും വലിയ മാറ്റം. വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് അതിനെ പറയുന്നത്. 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ വരുന്ന തടവും പിഴയുമാണ്. അതുമല്ലെങ്കിൽ വധശിക്ഷയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, 20 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം തടവും അതുപോലെ തന്നെ പിഴയും, അതുമല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാൻ പറ്റുന്ന കുറ്റകൃത്യമാണ് ഈ പറയുന്ന സെക്ഷൻ 5 തീവ്രമായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. ശിക്ഷാ നടപടി പറയുന്നത് സെക്ഷൻ 6 സെക്ഷൻ 6 എന്ത് പറയുന്നത്,
ശിക്ഷാ നടപടികൾ പറയുന്നത്. അപ്പൊ പോക്സോ നിയമത്തിലെ ഭേദഗതിയിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന ശിക്ഷാ നടപടികളിലാണ് കേട്ടോ. ഓക്കെ, അതാണല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി അടുത്ത നോക്കാം. അടുത്തത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ PSCക്ക് കഴിഞ്ഞ എല്ലാ എക്സാമുകളിലും, കഴിഞ്ഞ 3 എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യം. 1993 മനുഷ്യാവകാശ കമ്മീഷൻ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ സ്ഥിരം പഠിക്കുന്ന കാര്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും, 1 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. 93 ഒക്ടോബർ 12 അല്ലേ. 1993 മനുഷ്യാവകാശ നിയമം വരുന്നത്. അതിന്റെ ബേസിൽ ഇന്ത്യയിൽ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു. ആ കമ്മീഷൻ വന്നിട്ടുള്ളത് 1993 ഒക്ടോബർ മാസം 12 ക്ലിയർ ആണല്ലോ. ഈ നിയമം 1993 വന്നിട്ടുള്ളത്, നമുക്കറിയാം. അതിന്റെ ബേസിസിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ നിയമത്തിലും ഭേദഗതി വരുത്തി. 2 വട്ടം ഈ നിയമം ഭേദഗതി ചെയ്തു, 2006 2019. അങ്ങനെ മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതികൾ 2 വട്ടം നടത്തി, 2006 2019. തൊട്ടുമുന്നേ നമ്മൾ പോക്സോ പഠിച്ചപ്പോഴും ഭേദഗതി പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ 2019 ഇവിടെ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അപ്പം മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിവരാവകാശത്തിലൊക്കെ എല്ലാ നിയമത്തിലും, ഒരുവിധപ്പെട്ട എല്ലാ നിയമത്തിലും ഭേദഗതികൾ 2019 വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എന്നുള്ള ചോദ്യമായിരുന്നു. അതൊക്കെ ആണല്ലോ. അടുത്ത ചോദ്യം 19 ഭേദഗതി വെച്ചിട്ടാണ്. 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്ത താഴെ പറയുന്നവയിൽ ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോ ദേശീയ തലത്തിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിൽ ഇത്ര അംഗങ്ങൾ വേണമെന്ന് നമ്മുടെ ആ നിയമത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട്. അപ്പൊ അതിലല്ലാതെ കുറച്ചധികം ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുത്തു. എക്സ് ഒഫീഷ്യോ അംഗങ്ങളൊക്കെ ആയിട്ട് പുതിയ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു വിപുലീകരിച്ചു. അങ്ങനെ ആ പ്രാതിനിധ്യം കൊടുത്തത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, മേൽ പ്രസ്താവിച്ച എല്ലാം ഉണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ഈ പറയുന്ന 2019 ഭേദഗതിയിലൂടെ പ്രാതിനിധ്യം കൊടുത്തത്. ഓക്കെ ആണല്ലോ. അപ്പം ആ ഒരു ചോദ്യവും ക്ലിയർ ആണ്. അതുമായി ബന്ധപ്പെട്ട് അനുബന്ധത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നു? ദേശീയ തലത്തിലൊരു മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്യുന്നു അല്ലെ. ദേശീയ തലത്തിലൊരു മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കമ്മീഷന്റെ ഘടന PSC ചോദിക്കാറുണ്ട്. ആ ഘടനയെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണ് ഈ പറയുന്ന ഒരു മുഴുവനായിട്ട് പറയുമ്പോൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ. എന്താണ്? ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടാവും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഘടന. ഇവരെ കൂടാതെ ഒരു 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളോട് ഉൾപ്പെടുന്ന ഒരു കമ്മീഷനായിട്ടായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതിൽ ആദ്യം ആരാണ് ഇമ്പോർട്ടന്റ്? ചെയർപേഴ്സൺ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജിയിലായിരുന്ന ഒരു വ്യക്തിയോ ആയിരിക്കണം. ഒന്നുകിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. അപ്പോൾ ഒരാളായി, അപ്പൊ ചെയർപേഴ്സൺ ആയി. ഇനി അടുത്ത ആള് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. അടുത്ത ആള് ഒന്നുകിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിയായി പ്രവർത്തിച്ചതായിരിക്കണം, അതുമല്ലെങ്കിൽ മുമ്പ് സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ അല്ല, ഒരാൾ ചെയർപേഴ്സൺ ആയി, ബാക്കി രണ്ടാമത്തെ ആൾ അല്ലേ. ഇനി 5 പേര് സ്ഥിരാംഗങ്ങളിൽ രണ്ടാമത്തെ ആള് ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി ആയിട്ടോ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയിട്ടിരുന്ന വ്യക്തി ആയിരിക്കണം രണ്ടാമത്തെ ആള്. ഇനി എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ആ 3 പേര് എങ്ങനെയുള്ളവരായിരിക്കും? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കും. അപ്പൊ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായി നിൽക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട പ്രായോഗികപരമായിട്ടുള്ള അറിവോ പരിചയമോ ഒക്കെ ഉള്ള 3 വ്യക്തികളായിരിക്കും. മറ്റു 3 അംഗങ്ങൾ പ്രധാനമായി നോട്ട് ചെയ്യുക. ആ 3 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം. 3 അംഗങ്ങളുള്ളതിൽ ഒരാൾ എന്തായിരിക്കണം?
വനിതയായിരിക്കണം. അപ്പൊ എത്രയായി? ഒരു ചെയർപേഴ്സണിന്റെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ പറയുന്ന 5 സ്ഥിരാംഗങ്ങളുടെ കാര്യവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ കുറിച്ചാണ്. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ആരൊക്കെയാണ്? ദേശീയ തലത്തിലെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ചെയർപേഴ്സൺ, ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, മൈനോറിറ്റീസിന്റെ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചീഫ് കമ്മീഷണർ. ഇത്രയും പേരാണ് 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് പോകണം. ആ ഘടന നമ്മൾ കൃത്യമായിട്ട് എല്ലാ കമ്മീഷന്റെയും നമ്മൾ ഘടനയൊന്ന് പഠിച്ചിട്ട് പോകണം. പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ എന്താണ് ഭിന്നശേഷി കമ്മീഷൻ. നമ്മൾ ആലോചിച്ചാൽ മതി, മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ഏത് മേഖലകളിലും ഉണ്ടാകും, ഏത് വകുപ്പുകളിലും ഉണ്ടാകും. അപ്പൊ പ്രധാനപ്പെട്ട ആ ലംഘനങ്ങൾ നടന്നാൽ എന്താണ് പ്രധാനമായിട്ട് ചോദ്യം ചെയ്യാനുള്ള വിഭാഗങ്ങൾ ഉണ്ടാവും. ആ വിഭാഗങ്ങളുടെ എല്ലാം ചെയർപേഴ്സൺ, ദേശീയ തലത്തിലുള്ള ചെയർപേഴ്സൺ ഈ പറയുന്ന എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആ ഘടനയൊന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് 2005 വിവരാവകാശ നിയമപ്രകാരം എന്താണ്? വെളിപ്പെടുത്താൻ കഴിയുന്ന പൊതുവിവരത്തിൽ വരുന്ന കാര്യങ്ങൾ ഏവയാണ് എന്ന് കണ്ടെത്തുക. അപ്പോ എങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ കഴിയുന്നത്, നമുക്ക് അല്ലെങ്കിൽ ഒരു പൊതുജനത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫയലുകൾ 1, 2 കോടതിയുടെ പരിഗണനയിലുള്ളവ, രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, ലോഗ് ബുക്ക്. ഇതിൽ 4 ഏതൊക്കെയാണ് നമുക്ക് പൊതുജനത്തിന് ലഭ്യമാകാൻ പറ്റുന്ന വിവരങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്? ഫയലുകൾ. സ്വാഭാവികമായിട്ടും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുത്താൽ പല ഫയലുകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ ഫയലുകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ലഭ്യമാകുന്നതാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുമോ? ഇല്ല, അത് ലഭ്യമാകില്ല. അപ്പൊ അത് കിട്ടില്ല. മറ്റൊന്ന് രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊന്നും എന്ത് ചെയ്യില്ല, വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. ലോഗ് ബുക്ക് നമുക്ക് ലഭ്യമാകും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫയലുകളും ലോഗ് ബുക്കും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങളായിട്ട് വരുന്നത്. 1ഉം 4ഉം ഓപ്ഷൻ ബി ആണ്. അതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പൊ വിവരാവകാശ നിയമപ്രകാരമുള്ള 2005 നിയമപ്രകാരം എന്തൊക്കെയാണ് വിവരങ്ങൾ, ഏതൊക്കെ വിവരങ്ങളാണ് പൊതുജനത്തിന് പൊതുവിവരത്തിൽ പെടുന്നത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചോ അതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് വിവരങ്ങൾ കൈമാറില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനാണ് നമ്മളിപ്പോ കുറേ ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് കൃത്യമായി നോക്കാമെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതുപോലൊരു ചോദ്യമാണിതും. എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ പറയുന്ന ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം, അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മീഷനും കമ്മീഷൻ അംഗങ്ങൾക്കും രാജിക്കത്ത് കൊടുക്കാനുള്ളത് ആർക്കാ കൊടുക്കേണ്ടത്? അതിനൊക്കെ ഉത്തരം എപ്പോഴും രാഷ്ട്രപതി ആയിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി എന്നുള്ളതാണ് ഓപ്ഷൻ. ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ഈ പറയുന്ന ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ചെയർപേഴ്സണിന്റെയും മറ്റംഗങ്ങൾക്കും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രാജിക്കത്ത് കൊടുക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അപ്പോൾ ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ
അതിന് ഒരു കമ്മിറ്റി എന്താണ് ശുപാർശ കൊടുക്കും രാഷ്ട്രപതിക്ക്. ആ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ദേശീയ തലത്തിലാണ് അല്ലെ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. സ്വാഭാവികമായിട്ടും എന്താണ് ഉപരാഷ്ട്രപതി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി ഇതൊന്നും അല്ല. എന്താണ് പ്രധാനമന്ത്രിയാണ്. അത് നമുക്കറിയാവുന്ന ചോദ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആ ഒരു കമ്മിറ്റിയുടെ തലവനായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രധാനമന്ത്രി എന്താണ് അധ്യക്ഷനാണ്. പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. കൂടാതെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി ഉണ്ടാവും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ എന്താണ് ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. ലോക്സഭയുടെ സ്പീക്കറും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും അംഗങ്ങളാണ്. രാജ്യസഭയിലേക്ക് പോയാൽ എന്താണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷനും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും എന്താണ് ഈ പറയുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളാണ്. അപ്പൊ അതൊന്ന് നോക്കുക. ആരൊക്കെയാണ് ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാകുന്നത്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഉപാധ്യക്ഷൻ. അപ്പൊ ഇത്രയും പേരെന്താണ് ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മീഷനെ ശുപാർശ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ടോൾ ഫ്രീ നമ്പർ 1800-114000 എന്ന് പറയുന്ന നമ്പർ എന്താണ് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതി സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പരാതി സമർപ്പിക്കാനുള്ളത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ആണ് 1800-114000 എന്നുള്ളതാണ് ചോദ്യം. ഏത് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എന്നുള്ളതാണ്. അത് ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്, കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്പർ 1800-114000 എന്നുള്ളത്. ഇത് PSC മുന്നേ ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണത്. ഓക്കെ ആണല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിലുള്ള അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട പരാതി ആരുടെ മുമ്പാകെ ഫയൽ ചെയ്യണം? അപ്പോൾ നമുക്ക് ഈ നിയമപ്രകാരം ഏതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിലുള്ള അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടുന്ന പരാതി ആർക്ക് കൊടുക്കണം? ജില്ലാ കളക്ടറിനാണോ കൊടുക്കേണ്ടത്? അത് റീജിയണൽ ഓഫീസർ കമ്മീഷനിലാണോ അല്ലെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് ആർക്ക് വേണോ നമുക്ക് കൊടുക്കാം. ജില്ലാ കളക്ടറിന് കൊടുക്കാം, അല്ലെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് കമ്മീഷൻസ് ഉണ്ടാവും. എല്ലാ റീജിയനുകളിലും കമ്മീഷനുകളും ഉണ്ടാകും. അത്തരത്തിലുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കമ്മീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുമായി ബന്ധപ്പെടുന്ന പരാതികൾ നൽകാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ജില്ലാ കളക്ടർ വന്നാലും റീജിയണൽ ഓഫീസർ കമ്മീഷൻ വന്നാലും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കായാലും വ്യാപാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടുന്ന പരാതികൾ എന്ത് ചെയ്യാൻ കഴിയും? ഫയൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഓർക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഏതൊക്കെ സാഹചര്യങ്ങളാണ് പരാതി നൽകേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാം. മായം ചേർന്ന ഉൽപ്പന്നങ്ങൾക്കെതിരെ. അപ്പം മായം ചേർന്ന ഉൽപ്പന്നങ്ങൾക്കെതിരെ പരാതി നൽകാം, അല്ലെങ്കിൽ വ്യാജമായിട്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്കെതിരെ നൽകാം, സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, ഇ കൊമേഴ്സ് മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ. അപ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ മേഖലയിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഫ്രോഡുകൾ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫ്രോഡുകൾ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മീഷനിൽ പരാതി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ, വ്യാജ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുകയും വിൽപ്പനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സമയത്തും എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഈ നിയമപ്രകാരം എന്ത് ചെയ്യാം? പരാതി നൽകാൻ കഴിയും. ഇനി ഈ നിയമപ്രകാരം ആരൊക്കെയാണ് ഈ നിയമപ്രകാരം എന്ത് ചെയ്യേണ്ടത്? പരാതി നൽകാൻ കഴിയുന്നത് ആർക്കൊക്കെ നൽകാം എന്നുള്ളതും നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു ഉപഭോക്താവിന്, ഒരു കൺസ്യൂമറിന്, ഉപഭോക്താവ് ആരാണോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പരാതി നൽകാം. ഉപഭോക്തൃ അസോസിയേഷനുകൾ ഉണ്ട്, അവർക്ക്. ഒരു കൂട്ടം ഉപഭോക്താക്കളുടെ പ്രതിനിധിക്ക്, ഒരു കൂട്ടം കുറെ പേര് ഒരേ സാധനം വാങ്ങിച്ച് പറ്റിക്കപ്പെടാലോ. അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ പരാതി കൊടുക്കാം. അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി കൊടുക്കാം. പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവാണെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷിതാവിന് അല്ലെങ്കിൽ രക്ഷകർത്താവിന്, ഇനി അതല്ലെങ്കിൽ മരണപ്പെട്ട ഉപഭോക്താവിന്റെ അവകാശിക്ക്,
അപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരാതി നൽകാൻ കഴിയും. ഏതെങ്കിലും രീതിയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്മീഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ നിയമപ്രകാരമുള്ള പരാതി സമർപ്പിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനിയോ നിയമപ്രകാരം ആർക്കെതിരെയാണ് പരാതി നൽകാം? ആർക്കൊക്കെ എതിരെ പരാതി നൽകാം എന്ന് ചോദിച്ചാൽ ഉൽപാദകർക്കെതിരെ, സേവനദാതാവ്, വിൽപ്പനക്കാരൻ, ഈ പറയുന്ന 3 പേർക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊരു പരാതി സമർപ്പിക്കാം. പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, വ്യാജ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് ചെയ്തു അല്ലെങ്കിൽ മോശമായ സാധനങ്ങൾ, നമ്മൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ പരാതി കൊടുക്കും. അങ്ങനെ ഉൽപാദകർക്കെതിരെ കൊടുക്കാം, സേവനദാതാവിനെതിരെയോ അല്ലെങ്കിൽ വിൽപ്പനക്കാരനെതിരെയോ എന്ത് ചെയ്യാൻ കഴിയും? ഈ പറയുന്ന പരാതി നൽകാൻ കഴിയുമെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് നോക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നതിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം? ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഉപഭോക്താവാണ് എന്ന് പരിഗണിക്കുന്നത്? അപ്പൊ നമുക്കൊരു ഉപഭോക്താവിന് പരാതി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആരെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി. ഒന്നാമത്തെ ചോദ്യമാണ് തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയെ പരിഗണിക്കാമോ ഇല്ലയോ? അതാണ് ഒന്നാമത്തത്. ഓക്കെ. ഒന്നാമത്തത്. രണ്ട് ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി. ഉപജീവനത്തിനല്ല, വാണിജ്യ അടിസ്ഥാനത്തിൽ മാത്രം, വാണിജ്യ ആവശ്യങ്ങൾക്ക് മാത്രം ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി. ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾ. അപ്പം ഒരു വ്യക്തി വാങ്ങിയ ഒരു വ്യക്തിയുടെ അനുമതിയോടെ ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആള് ഉപഭോക്താവാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്നോ, സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തി. സൗജന്യമായിട്ട് സേവനങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കാമോ എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനുകളിൽ ആരാണ് ഉപഭോക്താവ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോ തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, തവണ വ്യവസ്ഥ അനുസരിച്ച് ഒരു ഉൽപ്പന്നം ഒരാൾ വാങ്ങുവാണെങ്കിൽ അത് എന്ത് തന്നെയാണ്? ഉപഭോക്താവാണ്. പക്ഷെ ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക്, ഇപ്പം ഞാനൊരു സാധനം ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് വിൽപ്പനയ്ക്ക് കൊടുക്കുവാണെങ്കിൽ എന്നെ ഒരു ഉപഭോക്താവായിട്ട് കണക്കാക്കില്ല. അപ്പൊ വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ, ഉപജീവനത്തിനല്ലാതെ വാണിജ്യ അടിസ്ഥാനത്തിലാണ് വാങ്ങുന്നതെങ്കിൽ അതെന്തല്ല? ഈ പറയുന്ന ഉപഭോക്താവല്ല. മറ്റൊന്നോ, ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾ, വേറൊരാൾ വാങ്ങിയത് അയാളുടെ അനുമതിയോടെ ഉപയോഗിക്കുന്ന ആളെ ഉപഭോക്താവായി കണക്കാക്കില്ല. ഇനി സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തിയെയും ഉപഭോക്താവായി കണക്കാക്കില്ല. ആൻസർ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അത് 1, തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കും. ഇനിയോ, ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ ഈ പറയുന്ന ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളെയും ഉപഭോക്താവായി കണക്കാക്കും. അല്ലാതെ വാണിജ്യ അടിസ്ഥാനത്തിൽ, ഉപജീവനത്തിനല്ലാതെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചാൽ എന്തല്ല? അത് ഉപഭോക്താവായി കണക്കാക്കില്ല. സൗജന്യമായി ലഭിച്ച ഒരു സാധനം ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ഉപയോഗിച്ചാലും എന്തല്ല? അതൊരു ഉപഭോക്താവായി കണക്കാക്കില്ല. അപ്പൊ ആൻസർ എന്താണ്? ഡി ആണ്. 1ഉം 3ഉം ആണ് ഇതില് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറിയാനുള്ള അവകാശ നിയമം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് അറിയാനുള്ള അവകാശ നിയമം 2005 നിയമമാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ പറ്റി ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പം എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ് ഒന്നാമത്തേത്? പൊതു അധികാരികളുടെ, പബ്ലിക് അതോറിറ്റീസിന്റെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാകുക. അപ്പം പൊതു അധികാരികളുടെ അധീനതയുള്ള വിവരങ്ങളൊക്കെ പൗരന്മാർക്ക് ലഭ്യമാകുക. രണ്ടാമത്തേത് എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. മൂന്നാമത്തേതോ, പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. 4, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പോ ഒന്നാമത്തേത് എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, പബ്ലിക് അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന രേഖകളിലൂടെ
നമുക്ക് ലഭിക്കും. മറ്റൊന്ന് എന്താണ്? പ്രധാനമായിട്ടൊരു ലക്ഷ്യമാണ് എന്ത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എന്താണ്? സുതാര്യമാക്കുക, കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ആക്കുക എന്നുള്ളത് ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഇനി ഈ പറയുന്ന പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, അത് ഈ നിയമത്തിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ ആണല്ലോ. അപ്പം അതൊരു എന്തല്ല, ഉദ്ദേശ ലക്ഷ്യമല്ല. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നാണ് നമ്മളൊരു ചോദ്യം. അതൊരു ഉദ്ദേശ ലക്ഷ്യമല്ല നിശ്ചിത സമയത്തിനുള്ളിൽ അതാക്കുന്നത്. പിന്നെ ഇതിന്റെ ഭാഗമായി എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷനുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്, നാലാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിവരാവകാശ കമ്മീഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. കൃത്യമായി നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. കാരണം നിശ്ചിത സമയത്തുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തും പഠിച്ചിട്ടുമില്ല. ആ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഭാഗത്ത് നമ്മൾ ഒരിടത്തും പഠിച്ചിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ നമ്മൾക്കൊന്ന് ചുരുക്കി നോക്കാം. എന്തൊക്കെയാണ്? ഭരണ സുതാര്യത ഉറപ്പുവരുത്തുക, അല്ലെ? ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുക ഒരു ലക്ഷ്യമാണ്. സർക്കാർ തലത്തിലെ അഴിമതികൾ നിയന്ത്രിക്കുക മറ്റൊരു ലക്ഷ്യമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സർക്കാർ തലത്തിലെ അഴിമതികൾ നിയന്ത്രിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, അല്ലെ? സുതാര്യതും അതുപോലെ തന്നെ എന്താണ്? ഉത്തരവാദിത്തമുള്ള രീതിയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. മറ്റൊന്നോ, പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാകുക, അല്ലെ? അപ്പം പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ സുതാര്യത ഉറപ്പുവരുത്തുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ആരുടെയാണ്? ഉദ്യോഗസ്ഥരുടെ. അതുപോലെ തന്നെ എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥർ ഇടയിലുള്ള അഴിമതിയൊക്കെ നിയന്ത്രിക്കുക. ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ കമ്മീഷൻ 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എപ്പോഴാണ്? അപ്പം എപ്പോഴൊക്കെയാണ് അപേക്ഷകന് ഫീസ് ഇല്ലാതെ ഈ പറയുന്ന എന്താണ് ഈ വിവരം നൽകുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ. 2, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ, ഒരാൾ പരാതി കൊടുത്ത് അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകി 30 ദിവസത്തിനകം ഒരു പൊതു അധികാര സ്ഥാപനം എന്ത് ചെയ്യാണ്? പരാതിക്ക് മറുപടി കൊടുക്കാതിരിക്കുന്ന സാഹചര്യം. 3, എന്താണ്? 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റിയുടെ വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നു. ആദ്യം 30 ദിവസത്തിനാണോ അതോ 45 ദിവസത്തിനാണോ? മറ്റൊന്ന് എന്താണ്? ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ നൽകുന്നിടത്ത്. ഇതിൽ എവിടെയാണ് ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകന് ഫീസ് നൽകേണ്ടതില്ല എന്ന് പറയുന്നതെന്നാണ്. അത് നമുക്കൊന്ന് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് എന്താണ്? ഏതൊക്കെ കേസിലാണ് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷന്റെ അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം എന്താണ് ഫീസ് അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകുന്നതെന്ന് ചോദിച്ചാൽ, 1, അപേക്ഷകൻ ഒരു BPL-കാർക്ക് എന്തില്ല? ഫീസ് ഇല്ല. ഇനിയോ, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുത്തുന്നിടത്ത് വിവരങ്ങൾ സൗജന്യമായി നൽകണം. അപ്പം ഒരു അപേക്ഷ സമർപ്പിച്ച് 30 ദിവസമായിട്ടും തിരിച്ച് ആ അപേക്ഷയ്ക്ക് മറുപടി നൽകുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് വിവരങ്ങൾ സൗജന്യമായി നൽകണമെന്ന് പറയപ്പെടുന്നു. ഇനിയോ, 3ാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ നൽകി 40 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ വിവരങ്ങൾ സൗജന്യമായി നൽകണം. അപ്പൊ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്? എന്താണ്? 3ാം കക്ഷിയുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അപേക്ഷ നൽകി 40 ദിവസത്തിനകം എന്ത് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ഈ വിവരങ്ങൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷകൻ എന്ത് ചെയ്യണം? സൗജന്യമായി നൽകണം. നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് ശരിയെന്നുള്ളതാണ്. ഒന്നാമത്തേത് ശരിയായിട്ടുള്ളതല്ലേ? അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ എന്തില്ല? ഫീസ് കൊടുക്കണ്ട. ഇനി രണ്ടാമത്തേത് ശരിയല്ലേ? അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ എന്താണ്? ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ എന്താണ്? ഫീസ് ഇല്ല. ഓക്കെ ആണല്ലോ. ഈ 45 ദിവസം ഒരു പൊതു അതോറിറ്റിയുടെ വിവരങ്ങൾ നൽകാൻ പരാജയപ്പെട്ടാൽ എന്നുള്ളതും ഈ പറയുന്ന പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ നൽകുന്നിടത്താണ് എന്നുള്ളതും തെറ്റായ 2 സ്റ്റേറ്റ്മെന്റുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ഇവിടെ എന്ത്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ 1ഉം 2ഉം ഓപ്ഷൻ A ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യവും ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ. അത് ഫീസ് ഇല്ലാതെ എപ്പോഴൊക്കെയാണ് അപേക്ഷകന് വിവരം കൈമാറുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കാം. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 2005
ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് അഥവാ DIR ഫയൽ ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് DIR ഫയൽ ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളതാണ്. ബാധിക്കപ്പെട്ട സ്ത്രീയാണോ, വക്കീലാണോ, സംരക്ഷണ ഉദ്യോഗസ്ഥനാണോ, ജില്ലാ കളക്ടറാണോ എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലൊരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു DIR ഫയൽ ചെയ്യേണ്ടത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. DIR ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് നോക്കാം DIR എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്നാണ് DIR. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്നാണ് DIR-നെ പറയുന്നത്. സംരക്ഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സേവനദാതാവോ ഗാർഹിക പീഡനം സംബന്ധിച്ച പരാതികൾ പരാതിക്കാരിയിൽ നിന്നും രേഖപ്പെടുത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DIR എന്ന് പറയുന്നത്. അതായത് ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാണ്, പരാതിക്കാരിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് DIR എന്ന് പറയുന്നത്. തയ്യാറാക്കുന്നത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ്. സമർപ്പിക്കേണ്ടത് മജിസ്ട്രേറ്റിനാണ് കേട്ടോ. അപ്പൊ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ് സമർപ്പിക്കേണ്ടത്. തയ്യാറാക്കേണ്ടത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥൻ. സമർപ്പിക്കേണ്ടത് മജിസ്ട്രേറ്റിനാണ്. ഇതിനൊരു പകർപ്പ് ഈ പറയുന്ന ഗാർഹിക അതിക്രമ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥനും കൊടുക്കണം. ഏത് പ്രദേശത്താണോ ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യണം, ഇത് സമർപ്പിക്കണം. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സമർപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. അതിൽ നമ്മളോട് ചോദിച്ചത് ആര് തയ്യാറാക്കുമെന്നാണ്. വേണമെങ്കിൽ ആർക്ക് സമർപ്പിക്കും ചോദിക്കാം. ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ് സമർപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ, സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ ആരാണ് സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ? 70 വയസ്സിന് മുകളിലുള്ളവരാണോ, 50 വയസ്സിന് മുകളിലാണോ, 65 മുകളിലാണോ, അതോ 60 വയസ്സിന് മുകളിലുള്ളതാണ്? എളുപ്പമാണല്ലേ. നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ് സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം എന്ന് പറയുന്ന നിയമം. ഓക്കെ ആണല്ലോ. അപ്പം അതിൽ മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത് എന്താണ്? 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. ഓക്കെ ആണല്ലോ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നോക്കാം. ഗാർഹിക പീഡന നിരോധന നിയമം 2005 ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡന പരിധിയിൽ വരുന്ന എന്താണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷനില് ശാരീരിക പീഡനം തന്നിട്ടുണ്ട്, വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗിക പീഡനം. ഇതില് ഏതാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ലൈംഗികമായിട്ടോ വാചികമായിട്ടോ സാമ്പത്തികമായിട്ടോ ആയ ചൂഷണങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. അപ്പം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടും മാനസികമായിട്ടും വാചികമായിട്ടോ ലൈംഗികമായിട്ടോ ഒക്കെയുള്ള പീഡനങ്ങൾ എന്താണ്? ഗാർഹിക പീഡനം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയെയും, അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടിയായിട്ട് പരിഗണിക്കുന്നതാണ്. ഓക്കെ, ഗാർഹിക പീഡന നിരോധന നിയമം, അതായത് ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ആണ്. അത് പാസ്സാക്കിയ വർഷം ഒന്ന് നോക്കി വെച്ചിരിക്കുക. 2005 സെപ്റ്റംബർ മാസം 13 ഇത് എന്ത് ചെയ്യുന്നത്, പാസ്സാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഈ പറയുന്ന നിയമപ്രകാരം സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം 2005 നിലവിൽ വന്നത്, പാസ്സാക്കിയത് 2005 സെപ്റ്റംബർ 13 നിലവിൽ വന്നത് 2006. അതൊന്ന് നോക്കി വെച്ചിരിക്കണേ. 2006 ഒക്ടോബർ മാസം 26 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന നിയമം നിലവിൽ വരുന്നത് 2006 ഒക്ടോബർ മാസം 26 അതൊന്ന് നോക്കി വെച്ചിരിക്കുക. 2005 നിയമം 2005 എന്ന് പറയുന്ന വർഷം വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ നിലവിൽ വരുന്നത് 2006 ഒക്ടോബർ മാസം 26 അത് പഠിച്ചു വെച്ചിരിക്കണേ. അതുപോലെ തന്നെ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികൾ. ഈ പറയുന്ന ഗാർഹിക പീഡനത്തിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ഈ പറയുന്ന ഇതില് ഏതാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്? ശാരീരിക പീഡനമാണോ, വൈകാരിക പീഡനമാണോ, സാമ്പത്തികമാണോ, ലൈംഗിക പീഡനമാണോ? ഇതിലേത് പീഡനമാണ്? ഇതെല്ലാം ഗാർഹിക പീഡനത്തിനകത്ത് വരുന്നതാണ് ആണല്ലോ. അപ്പൊ ഈ പറയുന്ന 4 ഓപ്ഷനും എന്ത് തന്നെയാണ്?
ഗാർഹിക പീഡനം എന്ന് പറയുന്ന നിയമത്തിനകത്ത് വരുന്ന പീഡനങ്ങളുടെ ലിസ്റ്റാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്ന് പറയുന്ന നിർവഹണം? എന്താണ് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് 1989 ബാലാവകാശ ഉടമ്പടിയിലെ അവകാശങ്ങൾ, മറ്റൊന്ന് ഭരണഘടന അംഗീകരിച്ച അവകാശങ്ങളാണ് ബാലാവകാശം എന്ന് പറയുന്നത്, 2005 നിയമത്തിലുള്ളതാണ്. മറ്റൊന്ന് 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ. മറ്റൊന്ന് എന്നാണ് ഈ പറയുന്ന സൂചനകൾ എല്ലാം എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും നമ്മുടെ ഇന്ത്യ സ്ഥിരീകരിച്ചതുമായിട്ടുള്ള അവകാശങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന 2005 ബാലാവകാശങ്ങൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ആക്ടുകളിലുള്ള പ്രധാനമായിട്ടുള്ള നിർവഹണമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ബാലാവകാശ കമ്മീഷനാണ് നമ്മുടെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ദേശീയ തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലും എന്തുണ്ട്? ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. ദേശീയ തലത്തിലെ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് വർഷം 2005 ആണ്. ഈ പറയുന്ന കമ്മീഷൻ സ്ഥാപിച്ചത് 2007 നിയമം നിലവിൽ വരുന്നത് 2005 കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത് 2007 അതുപോലെ തന്നെ ജസ്റ്റ് അവരുടെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നോക്കാം. 7 ചെയർപേഴ്സൺ ഉണ്ടാവും, അത് കൂടാതെ 6 അംഗങ്ങൾ പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാവും. ഓക്കെ, മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാവും. അങ്ങനെ 7 അംഗങ്ങളാണ് ബാലാവകാശ കമ്മീഷനകത്തേക്ക് വരുന്നത്. ഒരാൾ ചെയർപേഴ്സൺ, അതേ കൂടാതെ 6 അംഗങ്ങൾ ഉണ്ടാവും. ഇവരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഈ കമ്മീഷന്റെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ പ്രിയങ്ക കനുംഗോ ആണ്. പ്രിയങ്ക കനുംഗോ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന നിലവിലെ വ്യക്തി. ഓക്കെ ആണല്ലോ? അപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമം 2005 വന്നു ആണല്ലോ. അത് കമ്മീഷൻ സ്ഥാപിച്ചത് 2007 കൂടി ഓർത്തിരിക്കുക. ഇപ്പൊ ദേശീയ തലത്തിലുള്ള ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിലും എന്തുണ്ട്? ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. അത് ഫോം ചെയ്തിട്ടുള്ളത് 2013 സംസ്ഥാന തലത്തില് ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2013 ജൂൺ മാസം 3-ാം തീയതിയാണ്. വർഷം കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക 2013 എന്നുള്ളതാണ്. 2013 സംസ്ഥാന തലത്തിൽ വരുന്നത്. ഇവിടെയും ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ് അംഗങ്ങളായിട്ട് വരുന്നത്. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇവിടെ കേരളത്തില് ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ 2 നിയമങ്ങളെ വെച്ചിട്ടാണ്, അതിന്റെ 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കുന്നത്. ഒന്ന് ബാലാവകാശ കമ്മീഷന് സംരക്ഷണ നിയമം, അതായത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2005 നിയമവും, മറ്റൊന്ന് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിയമം 2012. അപ്പോൾ 2005 കമ്മീഷന്റെ നിയമവും 2012 കേരള സംസ്ഥാന കമ്മീഷൻ നിയമവും പ്രകാരം ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ ബാലാവകാശ കമ്മീഷൻ 2013 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. നിലവിലെ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് KV മനോജ് കുമാറാണ്. ആരാണ്? KV മനോജ് കുമാറാണ്. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. KV മനോജ് കുമാറാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് ഇവിടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ള നിലവിലെ വ്യക്തി അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള നിലവിലെ വ്യക്തി നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടിരിക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷനിലേക്ക് വരുമ്പോൾ ആരാണ്? P സതീദേവിയാണ്. അത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ചോദിക്കാം. P സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടിരിക്കുന്ന വ്യക്തി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ആ ചോദ്യം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. മറ്റൊരു ചോദ്യം സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായിരിക്കും ഈ പറയുന്ന പ്ലാനിംഗ് ബോർഡിന്റെ ദുരന്ത നിവാരണത്തിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പം ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ഇതിലാരാണ്? മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറിനെ നിയമിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? അപ്പം നമ്മൾ മുമ്പേ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് DIR തയ്യാറാക്കുന്ന ആരാന്ന് പഠിച്ചു? പ്രൊട്ടക്ഷൻ ഓഫീസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രൊട്ടക്ഷൻ ഓഫീസറിനെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്.
ആ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആരാണ്? സംസ്ഥാന സർക്കാരാണ് പ്രൊട്ടക്ഷൻ ഓഫീസറിനെ എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എന്താണ്? ഒരു സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറിനെ നിയോഗിക്കും. അദ്ദേഹത്തെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതുമായി. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജൂൺ മാസം വരെ ജസ്റ്റിസ് അരുൺ മിശ്ര ആയിരുന്നു. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ആയിരുന്നു ജൂൺ മാസം വരെ. ജൂൺ 2024 വരെ അദ്ദേഹമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. വിജയ ഭാരതി സയാനിയാണ് കേട്ടോ. വിജയ ഭാരതി സയാനിയാണ് ഇപ്പോൾ എന്താണ്? ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത്. വിജയ ഭാരതി സയാനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത്. അരുൺകുമാർ മിശ്ര ജൂൺ മാസം റിട്ടയർ ആയതിന്റെ വേക്കൻസിയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിൽ ആക്ടിംഗ് ആണ്. നമ്മളോട് ചിലപ്പോൾ PSC അരുൺകുമാർ മിശ്രയുടെ ഓപ്ഷൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നോക്കാം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾക്ക് ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പം താഴെ പറയുന്നതിൽ ശരിയായ ഉത്തരം ഏതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. എന്താണ്? ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിൽ ആൺ പെൺ വ്യത്യാസമില്ല. അല്ലേ? പോക്സോ നിയമപ്രകാരമാണേ. പോക്സോ നിയമപ്രകാരം എന്താണ്? ഈ നിയമപ്രകാരം എന്താണ്? ആൺ പെൺ വ്യത്യാസമില്ല എന്നാ പറയുന്നത്. ഇനി രണ്ടാമത്തതോ, പ്രായം സംബന്ധിച്ച നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം 16 വയസ്സിൽ താഴെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു നിയമപ്രകാരം എന്താണ്? കുട്ടി എന്ന് പറയുന്നത് എത്ര വയസ്സാവണം എന്ന് പറഞ്ഞു? 16 അല്ല. എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ഒരാളെയാണ് നമ്മൾ കുട്ടി എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താണ്? ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആണല്ലോ? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അനുസരിച്ച് കുട്ടികൾക്ക് ഈ നിയമപ്രകാരം എന്തല്ല? ആൺ പെൺ വ്യത്യാസമില്ല. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയാണ് കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവിടെ എന്തില്ല? ലിംഗ വിവേചനമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ പ്രസ്താവനകളിൽ ഒന്ന് മാത്രമാണ് എന്ത്? ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ അത് നോക്കുക. ഇത് ഇവിടെ എന്തില്ല? 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയാണ് എന്ത്? കുട്ടി എന്ന് പറയുന്നത്. അവിടെ ആൺ പെൺ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാമെന്നുള്ളതാണ്. 2019 ഭേദഗതിക്ക് ശേഷമാണ് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളല്ല, ഇപ്പൊ അതിനുശേഷം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ, ജില്ലാ കമ്മീഷന്റെ അധികാര പരിധിയിൽ 50 ലക്ഷം രൂപ വരെ മൂല്യമുള്ള എന്താണ്? പരാതികളാണ് എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. അപ്പൊ 50 ലക്ഷത്തിൽ വരെ മൂല്യമുള്ള പരാതികൾ നമുക്ക് എവിടെ കൊടുക്കാം? ജില്ലാ കമ്മീഷൻ കൊടുക്കാം. 50 ലക്ഷം മുകളിൽ 2 കോടി രൂപ വരെ, 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ സംസ്ഥാന തലത്തിലുള്ള സംസ്ഥാന കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? ആ അധികാര പരിധി. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള അധികാര പരിധി സംസ്ഥാന കമ്മീഷനും. 2 കോടിക്ക് മുകളിലാണെങ്കിൽ അത് ദേശീയ തലത്തിലേക്ക് പോകുന്നു. എന്താണ്? ദേശീയ കമ്മീഷനാണ് അതിന്റെ അധികാര പരിധി എന്ന് വരുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ ശരിയായ ഉത്തരം? ജില്ലാ ഉപഭോക്തൃ കമ്മീഷനാണ്. ആ തർക്ക പരിഹാര കമ്മീഷനിൽ 50 ലക്ഷം രൂപ വരെ മൂല്യമുള്ള പരാതികളെ കുറിച്ച് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. അവർക്ക് ആ അധികാര പരിധി, അത്രയും മൂല്യമുള്ള പരാതികളാണ് ജില്ലാ കമ്മീഷൻ അന്വേഷിക്കുന്നത്. 50 തൊട്ട് 2 കോടി വരെ അത് സംസ്ഥാന കമ്മീഷനാണ്. 2 കോടിക്ക് മുകളിലാണെങ്കിൽ അത് ദേശീയ കമ്മീഷനാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. 2019 വന്ന മാറ്റമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന തലത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് നിലവിൽ വന്നു എന്നുള്ളതാണ്. ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി കുത്തിയിരുന്ന് പഠിക്കുന്നതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്തത്, നിലവിൽ വന്നത് എന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് എന്നുള്ളത്. ഓക്കെ, എന്താണ് ഡേറ്റ്? ഡിസംബർ 11, 1998. ഡിസംബർ 11, 1998 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേരളത്തിലെ ആരാണ് എന്നുള്ളതാണ്. ആരാണ്? വി ഹരിനായർ ആണ്. വി ഹരിനായർ ആണ് എന്തെന്ന് പറയുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് വി
ഹരിനായർ ആണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. വിശ്വാസ് മേത്തയുടെ പേരായിരിക്കും ആദ്യം കിടക്കുന്നത്, അദ്ദേഹം മാറി. ഇപ്പൊ ആരാണ്? എന്താണ്? വി ഹരിനായർ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ നിലവിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്ന വ്യക്തി. ഓക്കെ ആണല്ലോ? അപ്പൊ ഓക്കെ ആണ്. അടുത്ത് നോക്കാം. അടുത്തത് 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് എന്നുള്ളതാണ്. കാലാവധിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2019 മുമ്പ് ഭേദഗതിയൊക്കെ വരുത്തുന്നതിന് മുമ്പ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു, അല്ലെങ്കിൽ 65 അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ള കാലാവധിയൊക്കെ എല്ലാ കമ്മീഷണർമാർക്കും അതേ രീതിയിലായിരുന്നു. നിലവിൽ 2019 ഭേദഗതി വരുത്തിയതിനു ശേഷം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. 4 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇവയൊന്നും അല്ല, നിലവിൽ ഇവയൊന്നും അല്ല എന്നുള്ള ഓപ്ഷനാണ്. ഇവരുടെ കാലാവധി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര സർക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കമ്മീഷന്റെ കാലാവധി എത്ര പ്രായമാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. നിലവിൽ 2019 ഭേദഗതി പ്രകാരം കാലാവധി കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത്? നമുക്ക് ഈ കഴിഞ്ഞ LDC എക്സാമിന് 3 ഇടത്തും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദുരന്ത നിവാരണവുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യം നമുക്ക് നോക്കാം. ഏത് ആക്ട് പ്രകാരമാണ്? വലിയ കൊഴിപ്പിക്കുന്ന ചോദ്യമൊന്നും അല്ല ചോദിച്ചത്, പക്ഷെ ആ മേഖലയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് ആക്ട് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വർഷം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ബാക്കിയെല്ലാം എന്താണ് സെയിം ആണ്. 2005 ആണോ 4 ആണോ 6 ആണോ 18 ആണോ എന്ന് അറിഞ്ഞാൽ മതി. എന്താണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരമാണ് കേരളത്തിൽ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പ്രസ്താവന എഴുതണേ. എന്തൊക്കെയാണ് പ്രസ്താവനകൾ ഏതെന്ന് നോക്കാം. 1, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ഭരണഘടനാ സ്ഥാപനം അല്ല, അല്ലെ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെയോ, സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹമാണ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ എന്നാണ് പറയുന്നത്. അതെന്താണ്? അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? പ്ലാനിംഗ് ബോർഡിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ ചെയർമാൻ ആയത് ആരാണ്? മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം. സംസ്ഥാന ധനകാര്യ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ കമ്മിറ്റി അതോറിറ്റിയുടെ അംഗമാണ്. ധനകാര്യ മന്ത്രി ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അംഗമാണോ അല്ലയോ? അല്ല. അപ്പൊ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എന്താണ്? സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള വ്യക്തി ആരായിരിക്കും? അതിലൊരു അംഗമായിരിക്കും. നിലവിലെ ഓപ്ഷനിൽ ഈ നാല് സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും 4ാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്ത ആക്ട് നമ്മൾ പറഞ്ഞു. ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. അത് പ്രകാരം കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്യുന്നത് 2007 എന്നാണ് മെയ് മാസം 4-ാം തീയതി. 2007 മെയ് മാസം 4-ാം തീയതി ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്യുന്നു. അതില് ഈ പറയുന്ന നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. 10 അംഗങ്ങളാണ് ഈ പറയുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ളത്. അതില് ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ആ അംഗങ്ങളിൽ തന്നെ ചെയർമാൻ ഉണ്ട്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി ആയിരിക്കും. റവന്യൂവിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ഏതെന്ന് പറയുന്നത്? വൈസ് ചെയർമാൻ. CEO എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. CEO എന്ന് പറയുന്നത്. കൺവീനർ എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതിന്റെ കൺവീനർ ആയിട്ടുള്ള ഒരു കമ്മിറ്റി. അതിൽ ആ അംഗങ്ങൾ 10 അംഗങ്ങളുള്ള കമ്മിറ്റി. ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി, CEO സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. അതിനൊരു കൺവീനർ ഉണ്ടാകും. അത് റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണോ ആ വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പം അവരെന്താണ്?
ആ പറയുന്ന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനിയും എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. മുഖ്യമന്ത്രി ഇതിനെ എന്താണ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. റവന്യൂ മന്ത്രി വൈസ് ചെയർമാനാണ്. കൃഷി മന്ത്രി ഇതിനകത്ത് ഉൾപ്പെടും. ലാൻഡ് ആൻഡ് ഡിസാസ്റ്ററും ഒക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൃഷി മന്ത്രി വരണം. ചീഫ് സെക്രട്ടറി സിഇഒ ആണ്. പിന്നെന്താണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അംഗമാണ്. റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അംഗമാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവിയും ഇതിന്റെ അംഗമാണ്. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി ഒക്കെ എന്താണ് മന്ത്രിമാരുടെ കേസിൽ അവരൊക്കെ എന്താണ് ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതൊന്ന് നോക്കി പോവുക, അംഗങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആര്? നമ്മളിപ്പോ തൊട്ടു മുന്നേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പം അംഗങ്ങളെ കുറിച്ചുള്ള ചോദ്യം PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ഉണ്ട്, റവന്യൂ മന്ത്രി ഉണ്ട്, ആരോഗ്യമന്ത്രി ഉണ്ട്, കൃഷി മന്ത്രി ഉണ്ട്. അപ്പൊ ഈ ചുമതലയുള്ളതിൽ ആരാണ് ഇതിന്റെ എന്താണ് അംഗമല്ലാത്തത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഓൾറെഡി അംഗമാണ്, റവന്യൂ മന്ത്രി അംഗമാണ്. പിന്നെന്താണ് ആരോഗ്യ വകുപ്പിന് ചുമതലയുള്ള മന്ത്രി അംഗമാണോ? അല്ല, നമ്മൾ അംഗങ്ങളുടെ ലിസ്റ്റിൽ പഠിച്ചിട്ടില്ല. പിന്നുള്ളത് കൃഷി വകുപ്പ് മന്ത്രിയാണ്, ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്? നമ്മളോട് അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ ആരാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്തല്ല അംഗമല്ല എന്നുള്ളതാണ്. അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നത് അതിന്റെ ഫോർമേഷൻ, അതിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അതിനകത്തെ അംഗങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ജസ്റ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയും കഴിഞ്ഞ എല്ലാ LDയിലും ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം PSC ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുമായി ബന്ധപ്പെടുന്ന ചോദ്യം. ഇനി ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ദിവസമുണ്ട്. ആ ദിവസം ഏതാണെന്നാണ് ഉത്തരം. ഒക്ടോബർ 13 ഒക്ടോബർ 13 എന്താണ് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമായി ആചരിക്കുന്ന ദിനം. ഓക്കെ, അപ്പം അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമായിട്ട് ആചരിക്കുന്ന ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 13 ഓർത്തു വെച്ചിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ഫേസുകളായിട്ട് LD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രീവിയസ് ഇയറും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.